ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റോയ്സ് മീഡിയ. ഞാൻ അഡ്വക്കേറ്റ് അനിൽ റോയ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ചേഞ്ച് ദി വോയിസ് എന്ന് പറയുന്നത്. ചേഞ്ച് ദി വോയിസ് ചേഞ്ച് ചെയ്യാൻ പഠിച്ചു കഴിയുന്നതോടുകൂടി നമ്മൾ ഗ്രാമറിന്റെ ഒരു വലിയ ഭാഗം പഠിച്ചു. അതുകൊണ്ട് ഇത് ഒരു ക്ലാസ്സിലോ 2 ക്ലാസ്സിലോ 3 ക്ലാസ്സിലോ ഒന്നും തീരത്തില്ല. അപ്പൊ നിങ്ങളിത് വളരെ ശ്രദ്ധിച്ച എല്ലാ ക്ലാസ്സുകളും ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ ഒത്തിരി മനസ്സിലാവും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, എങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ളതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എന്താണ് വോയിസ് എന്ന് ആദ്യം നോക്കാം, പിന്നീട് നമ്മൾ ചേഞ്ച് ദി വോയിസ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ പറയുന്നത് ചേഞ്ച് ഇൻടു പാസീവ് വോയിസ് എന്നോ ചേഞ്ച് ഇൻടു ആക്റ്റീവ് വോയിസ് എന്നോ ആയിരിക്കും. ചേഞ്ച് ഇൻടു പാസീവ് വോയിസ് എന്ന് പറഞ്ഞാലും ചേഞ്ച് ഇൻടു ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാലും നമുക്ക് ഉടനെ അറിയാം തന്നിരിക്കുന്നത് എന്താണ്. പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണെങ്കിൽ തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസ് ആയിരിക്കും. ആക്റ്റീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറയുകയാണെങ്കിൽ തന്നിരിക്കുന്ന പാസീവ് വോയിസ് ആയിരിക്കും. പക്ഷെ ചേഞ്ച് ദി വോയിസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അറിഞ്ഞൂടാ ആക്റ്റീവ് ആണോ പാസീവ് ആണോ. അപ്പൊ ആദ്യത്തെ പരിപാടി എന്താ, ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. അപ്പൊ നമ്മൾ നോക്കാം. ആദ്യമേ നമുക്ക് പഠിക്കാം. നമുക്ക് 2 വോയിസ് ഉണ്ട്, ആക്റ്റീവ് വോയിസ് ഉണ്ട്, പാസീവ് വോയിസ് ഉണ്ട്. പാസീവ് വോയിസ് ഉണ്ട്. അപ്പൊ വോയിസ് എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്, ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. ശരിയല്ലേ? 2 തരം വോയിസ് ഉണ്ട്, ആക്റ്റീവ് വോയിസ് പാസീവ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം വാട്ട് ഈസ് ആക്റ്റീവ് വോയിസ് ആൻഡ് വാട്ട് ഈസ് പാസീവ് വോയിസ്. എങ്ങനെയാണ് ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിനെ മനസ്സിലാക്കുന്നത്? നമ്മൾ ആലോചിക്കുക, എപ്പോഴെങ്കിലും നമ്മൾ ഒരു സെന്റൻസിനകത്ത് ക്രിയ ചെയ്യുന്ന, അപ്പൊ നമ്മൾ പറഞ്ഞ വെർബ്, വൺ ഹു ഡസ് ദി വെർബ്. വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് ആൻ ആക്ട്, ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി ചെയ്യുന്ന ആളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്ജക്ട്. The person who is doing the work is known as the subject. ഇത്രയും കാര്യം മനസ്സിലായി കാണുമല്ലോ. വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയയാണ്. ക്രിയ ആരെങ്കിലും ചെയ്യണം. ആരാണോ ആ ക്രിയ ചെയ്യുന്നത്, ആ പ്രവൃത്തി ആരാണോ ചെയ്യുന്നത്, അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്ജക്ട്. ആ സബ്ജക്ട് സെന്റൻസിന്റെ തുടക്കത്തിലാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ആക്റ്റീവ് വോയിസ്. വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ എന്താണ് ആക്റ്റീവ് വോയിസ്? ഒരു സെന്റൻസിനകത്ത് ക്രിയ ചെയ്തിരിക്കുന്ന ചെയ്യുന്ന ആള് ക്രിയ ആരാണോ ചെയ്യുന്നത്, ആ പ്രവൃത്തി ആരാണോ ചെയ്യുന്നത്, അതിനെ, ആ നൗണിനെ, അതിനെ നമ്മൾ സബ്ജക്ട് എന്ന് വിളിക്കും. ആ സബ്ജക്ട് എഴുതിയിരിക്കുന്നത് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ആദ്യമാണ്, സെന്റൻസിന്റെ തുടക്കത്തിലാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ആക്റ്റീവ് വോയിസ്. തുടക്കത്തിലല്ല എങ്കിൽ വി കോൾ ഇറ്റ് ആസ് പാസീവ് വോയിസ്. ഇതേ ഉള്ളൂ കണ്ടീഷൻ. If the subject is written in the beginning of the sentence, it is known as active voice. If it is not written in the end എന്ന് പറഞ്ഞാലേ, if it is not written in the beginning of the sentence, then it is in the passive voice. ഇത് രണ്ടുമാണ് ആക്റ്റീവ് വോയിസ്. പാസീവ് വോയിസ് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ തന്ത്രം. നമുക്ക് 1-2 എക്സാമ്പിൾസ് എഴുതി നോക്കാം. എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടികിട്ടും, പെട്ടെന്ന് പിടികിട്ടും. നോക്കാം. Raju writes a letter. നമുക്കിത് കാണുന്നുണ്ട്, ഈ സെന്റൻസ് കാണാമെന്ന് തന്നെ അറിയാം. റൈറ്റ്സ് ക്രിയ, ശരിയല്ലേ? എഴുതുക എന്ന് പറയുന്നത് ക്രിയ. ആരാണ് എഴുതുന്നത്? രാജു ആണ് എഴുതുന്നത്. അപ്പൊ സബ്ജക്ട് ആരാ? രാജു ആണ്. രാജു സബ്ജക്റ്റ് ആണ്. എവിടെയാണ് എഴുതിയിരിക്കുന്നത്? സെന്റൻസിന്റെ തുടക്കത്തിലാണ് എഴുതിയിരിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ നമുക്കറിയാം ഈ ക്രിയ ചെയ്യുന്ന ആള് സബ്ജക്ട് തുടങ്ങിയിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത് സെന്റൻസിന്റെ തുടക്കത്തിലായതുകൊണ്ട് നമുക്ക് ഈ സെന്റൻസിനെ ആക്റ്റീവ് വോയിസ് എന്ന് വിളിക്കാം. അടുത്തൊരു സെന്റൻസ് നോക്കാം. ലെറ്റർ ഈസ് പോസ്റ്റഡ്. ലെറ്റർ ഈസ് പോസ്റ്റഡ്. ശരിയല്ലേ? നമുക്ക് അറിഞ്ഞൂടാ ഇവിടുത്തെ ക്രിയ പോസ്റ്റ് ചെയ്തു എന്നാണ്. പോസ്റ്റഡ് എന്ന് വെച്ചാൽ പോസ്റ്റ് ചെയ്തു എന്നാണ്. തപാൽ പെട്ടിയിൽ നമ്മൾ കത്ത് കൊണ്ടിട്ടു എന്നാണ്. ആരാലോ കൊണ്ടിട്ടു, അല്ലേ? ഇടപെട്ടു എന്നാണ്. ഈസ് പോസ്റ്റഡ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് അപ്പൊ ലെറ്റർ ഈസ് പോസ്റ്റഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പോസ്റ്റ് ചെയ്തത് ലെറ്റർ ആണോ പോസ്റ്റ് ചെയ്തത്? അല്ല. ആരോ ആണ് പോസ്റ്റ് ചെയ്തത്. ഏതായാലും ഒരു കാര്യമുണ്ട്, ആരാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അതിനകത്ത് എന്തില്ലതാണ്. ശരിയല്ലേ? ഇല്ലാത്തത് കൊണ്ടല്ല. ഇനി വേറൊരു സെന്റൻസ് നോക്കാം. ദ ബ്രിഡ്ജ് was built by the French. The bridge was built by the French. ഇവിടെ ആലോചിച്ച് നോക്കിയേ. ബിൽഡ്
ക്രിയ ബിൽഡ്. ബിൽട്ട് എന്ന് പറയാൻ പാസ്റ്റ് ടെൻസ് ആണ്, ശരി, അല്ലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ക്രിയ നോക്കുമ്പോ എപ്പോഴും അതിന്റെ ബേസ് ഫോം നോക്കുക. ബിൽട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് ഫോം എന്ന് പറഞ്ഞാൽ ബിൽഡാണ്, നിർമ്മിക്കുക. ആരാണ് നിർമ്മിച്ചത്? ഫ്രഞ്ചുകാരാണ് നിർമ്മിച്ചത്. അതോ ബ്രിഡ്ജാണോ നിർമ്മിച്ചത്? ബ്രിഡ്ജ് നിർമ്മിച്ച ആളുകളാരാ? ഫ്രഞ്ചാണ് നിർമ്മിച്ചത്. അത് നമ്മൾ അവസാനമാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ അവസാനമാണോ അല്ലയോ എന്ന് നോക്കേണ്ടത്. അതിനകത്ത് ഇല്ലായിരുന്നു, ഇവിടെ അവസാനമാണ് എഴുതി. ഇതൊന്നും നമ്മൾ നോക്കണം. നമ്മൾ നോക്കേണ്ടത് ആരാണോ ക്രിയ ചെയ്തത് ആ ക്രിയയെ തുടക്കത്തിൽ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പൊ ആരാണ് ഇവിടുത്തെ സബ്ജക്ട്? ആരാണ്? ഫ്രഞ്ചുകാർ തന്നെയാണ് സബ്ജക്ട്. ഹൂവർ ഡസ് ദി വെർബ് ഈസ് ദി സബ്ജക്ട്, അല്ലേ? അപ്പൊ ഇവിടെ ഈ വെർബ് ചെയ്ത ആരാണ്? ഫ്രഞ്ചുകാരാണ്. അപ്പൊ ഫ്രഞ്ച് എന്നുള്ള എവിടെയാണ് എഴുതിയിരിക്കുന്നത്? തുടക്കത്തിലല്ല എഴുതിയിരിക്കുന്നത്. തുടക്കത്തിലല്ല എഴുതിയിരിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? പാസീവ് എന്ന് വിളിക്കും. തുടക്കത്തിലാണ് എഴുതിയിരിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ആക്റ്റീവ് എന്ന് വിളിക്കും. നമ്മൾ നോക്കേണ്ട അതിനകത്ത് സബ്ജക്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ള നമ്മുടെ വിഷയമല്ല, തുടക്കത്തിൽ എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. തുടക്കത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ആക്റ്റീവ് വോയിസ് വിളിക്കും. തുടക്കത്തിൽ എഴുതിയിട്ടില്ലെങ്കിൽ പാസീവ് വോയിസ് വിളിക്കും. ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പോൾ ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി, ശരി? അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ്, ചേഞ്ച് ദി വോയിസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈങ് ദി സെന്റൻസ് വെദർ ഇറ്റ് ഈസ് ആക്റ്റീവ് ഓർ പാസീവ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. യു വിൽ ഹാവ് ടു ഐഡന്റിഫൈ ദി സെന്റൻസ് വെദർ ഇറ്റ് ഈസ് റിട്ടൺ, വെദർ ദി സെന്റൻസ് ഈസ് ഇൻ ദി ആക്റ്റീവ് വോയിസ് ഓർ പാസീവ് വോയിസ്. എങ്ങനെയാണ് അത് നോക്കിയെടുക്കുന്നത്? ഇഫ് ഇറ്റ് ഈസ് ബിഗിനിങ് വിത്ത് എ സബ്ജക്ട്, the sentence is in the active voice. If it is not beginning with a subject, it is in the passive voice. What is a subject? Whoever does the verb is the subject. ശരിയല്ലേ? അപ്പൊ സബ്ജക്റ്റിന് മനസ്സിലായി. ഇനി നമ്മൾ ഇവിടെ അവസാനം വരുന്നുണ്ട്. ഈ സബ്ജക്ട് ഈ അവസാനം കൊണ്ട് എഴുതിയിട്ടുണ്ടല്ലോ, ഇതിന് നമ്മൾ സബ്ജക്ട് എന്നല്ലേ വിളിച്ചതെന്നൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ വരും. അത് നമുക്ക് പിന്നെ സംസാരിക്കാം. അത് പ്രിപ്പോസിഷൻ എന്താണ് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ എന്ന് പറയാം ഫ്രഞ്ച്, അല്ലെ ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. ഫ്രഞ്ച് എന്ന് പറയുന്നത്, ദ ഫ്രഞ്ച് എന്ന് പറയുന്നത് ഫ്രഞ്ചുകാരെന്നാണ്. പക്ഷേ ഇവിടെ ബൈഡ് ഓബ്ജക്റ്റ് ആയിട്ടാണ് ഈ നൗൺ വരുന്നത്. അത് നമുക്ക് പിന്നെ പഠിക്കാം. വെർബിന്റെ ഓബ്ജക്ട്, പ്രിപ്പോസിഷന്റെ ഓബ്ജക്ട് നമുക്ക് പിന്നെ പഠിക്കാം. നമ്മൾ ഇവിടെ പഠിക്കേണ്ട ഒരു കാര്യം പാസീവ് വോയിസിനകത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? സബ്ജക്റ്റിലല്ല സെന്റൻസ് തുടങ്ങുന്നത്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ? ശരി, നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. അപ്പൊ നമുക്കിനി അടുത്ത സ്ലൈഡ് നോക്കാം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു. സ്റ്റെപ്പ് 1 നമ്മൾ പറഞ്ഞ ഐഡന്റിഫൈ വെദർ ഇറ്റ് ഈസ് ആക്റ്റീവ് വോയിസ് ഓർ പാസീവ് വോയിസ്. ഇതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് പറഞ്ഞത്. ആദ്യമേ നമ്മൾ ചേഞ്ച് ദി വോയിസ് ആണ്. ചേഞ്ച് ഇൻ ടു പാസീവ് എന്നോ ചേഞ്ച് ഇൻ ആക്റ്റീവ് എന്നോ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യും. എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അറിയാമല്ലോ ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്ന് അറിയാം. പക്ഷേ നമുക്ക് ചേഞ്ച് ദി വോയിസ് എന്ന് പറഞ്ഞായിരിക്കും മിക്കവാറും എക്സാമിൽ തരുന്നത്. ചേഞ്ച് ദി വോയിസ് എന്ന് പറഞ്ഞ് തരുന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണ് ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്ന് അറിയുള്ളൂ. അപ്പൊ ഫസ്റ്റ് ജോലി എന്ന് പറഞ്ഞാൽ അത് ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏത് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെ ആ സെന്റൻസ് ഏത് ടെൻസിലാണെന്ന് കണ്ടുപിടിക്കുക. എന്താ കാര്യം എന്ന് വെച്ചാൽ ടെൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ അതിനകത്ത് ഓരോ റൂൾസ് അപ്ലൈ ചെയ്യുന്നത്. ഓരോ ടെൻസിനും ഉപയോഗിക്കേണ്ട റൂൾസ് വേറെയാണ്. അപ്പൊ നമ്മുടെ റൂൾസ് വേറെ പഠിക്കാം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യമേ നമ്മൾ ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ നോക്കേണ്ട കാര്യം ടെൻസ് ഏതാണ്. ഈ പറയുന്നത് ഒരുപാടുണ്ടെങ്കിൽ ഇതാണ് ഐഡന്റിഫൈ ചെയ്യാനും ഒന്നും ഒരു പാടുമില്ല. നിങ്ങളുടെ ഫണ്ടമെന്റൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിമി ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണ് നോക്കാം. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഐഡന്റിഫൈ ദി ടെൻസ് ആണ്. എങ്ങനെയാണ് ഈ ടെൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? ടെൻസിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ ലുക്ക് ഇൻ ടു ദി ഓക്സിലറീസ്. ഒരു സെന്റൻസിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഓക്സിലറി ഏതാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ യു കൻ ഈസിലി ഫൈൻഡ് ഔട്ട് വിച്ച് ടെൻസ് ഇസ് used in the sentence. അതായത് ഒരു സെന്റൻസിനകത്ത് ഏത് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് നോക്കിയാൽ മതി? ആ സെന്റൻസിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഓക്സിലറി നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ ഓക്സിലറി എന്ന് പറഞ്ഞൊരു വീഡിയോ ക്ലാസ് നടത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കാൻ നിങ്ങൾക്ക് ഏതൊക്കെ ഓക്സിലറി എന്ന് അറിയാം. എങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഓക്സിലറീസ് ഏതൊക്കെയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഓക്സിലറീസിനെ നമുക്ക് 4 ഗ്രൂപ്പായിട്ട് തിരിക്കാം. ഏതൊക്കെ 4 ഗ്രൂപ്പ്? ബിയുടെ ഗ്രൂപ്പ്, ഡൂവിന്റെ ഗ്രൂപ്പ്, ഹാവിന്റെ ഗ്രൂപ്പ്, മോഡേൽസ്, അല്ലെ? ഇങ്ങനെ 4ആയിട്ട് നമുക്ക് തിരിക്കാം. ഈ മോഡേൽസ് എന്ന് പറയുന്ന സാധനം എത്ര എണ്ണം ഉണ്ട്? 12 എണ്ണം. എത്ര ഉണ്ട്? 12. 13ആയിട്ട് നമ്മൾ പറയാറുണ്ട്. ഞാൻ സാറിനെ പഠിപ്പിക്കുക 12 എണ്ണേ പറയാറുണ്ട്. 13 എണ്ണത്തിന്റെ ഒരു ലിസ്റ്റാണ് സാറിന് ഇത് ഞാൻ ആദ്യത്തെ ക്ലാസ് തന്നിരിക്കുന്നത്. നിങ്ങൾ അത് ശ്രദ്ധിക്കണം. 12 എണ്ണത്തിന് നോക്കുക. 13ാമത്തെ നമുക്ക് യൂസ്ഡ് ടു എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ അതിനുവേണ്ടി ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് അങ്ങനെ പറയാം. അത് കഴിഞ്ഞാൽ പിന്നെ ഹാവിനകത്ത് നമുക്കൊരു 3 എണ്ണം ഉണ്ട്. ഹാവിനകത്തൊരു 3 എണ്ണം ഉണ്ട്.
ഡൂവിനകത്ത് നമുക്കൊരു 3 എണ്ണം ഉണ്ട്, ബിക്കകത്ത് നമുക്കൊരു 6 എണ്ണം. അപ്പൊ മൊത്തം എത്രയായി? 6 3 9 3 12 12 24 24 നമ്പേഴ്സ് ആർ യൂസ്ഡ്. ഈ 24 എണ്ണമാണ് പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഇതിനകത്തൂടെ പോയാൽ 24 എണ്ണം, ഈ 24 എണ്ണം ഓക്സിലറീസ് എവിടെയൊക്കെയാണെന്ന് എങ്ങനെയൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പൊ മോഡൽസിനകത്ത് നമ്മൾ പറയും 12 എണ്ണം. ഏതൊക്കെയാ? വില്ലുണ്ട്, വുഡ് ഉണ്ട്, ഷാലുണ്ട്, ഷുഡ് ഉണ്ട്, ക്യാൻ ഉണ്ട്, കുഡ് ഉണ്ട്, മേ ഉണ്ട്, മൈറ്റ് ഉണ്ട്, മസ്റ്റ്, ഓട്ട്, നീഡ്, ഡെയർ. ഇതാണ് 12. അപ്പൊ നമ്മളത് ആലോചിച്ചാൽ ഇതിനെല്ലാം നമുക്ക് പാസ്റ്റ് ഫോം ഉണ്ട്. വില്ലിന്റെ പാസ്റ്റ് ഫോം ഉണ്ട്, ഷാലിന്റെ പാസ്റ്റ് ഫോം ഉണ്ട്, ക്യാനിന്റെ പാസ്റ്റ് ഫോം ഉണ്ട്, മേയുടെ പാസ്റ്റ് ഫോം ഉണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മൾ പാസ്റ്റ് ടെൻസ് എന്നല്ല ഞാൻ പറയാം, പാസ്റ്റ് ഫോം ഉണ്ടെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണുള്ളത്? നമ്മുടെ ഫ്യൂച്ചർ ടെൻസ് പഠിക്കുന്നത് ഞാൻ പറയാം. അപ്പൊ മോഡൽസ് എന്ന് പറയുന്ന ഈ 12 എണ്ണവും നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്യൂച്ചർ ടെൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്യൂച്ചർ ടെൻസിന് വേണ്ടിയിട്ടാണ് മോഡൽസിന് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോ ഉടനെ ഫ്യൂച്ചർ ടെൻസിലേക്ക് പഠിക്കാൻ പോകുന്നില്ല. നമുക്ക് ആദ്യമേ പഠിക്കേണ്ട പ്രസന്റ് ടെൻസ് ആണ്, പിന്നെ പാസ്റ്റ് ടെൻസ് പഠിക്കാം, പിന്നെ ഫ്യൂച്ചർ ടെൻസ് പഠിക്കാം. അപ്പൊ നമ്മൾ ഈ 12 എണ്ണത്തിന് തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റിവെക്കാം. ശരി, നമ്മൾ ആദ്യമേ പഠിക്കാൻ നമ്മൾ പറഞ്ഞെന്താണ്? ഈ 12 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു സെന്റൻസിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി സേ ദാറ്റ് ദി സെന്റൻസ് ഈസ് ഇൻ ദി ഫ്യൂച്ചർ ടെൻസ്. അപ്പൊ ഇത്രയും സാധനങ്ങൾ ആദ്യം മനസ്സിലാക്കാം. ഓൾ ദി 12 ഓഫ് ദീസ് ഏതൊക്കെയാ? ഈ 12 എണ്ണം: വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഓട്ട്, നീഡ്, ഡെയർ. ഈ 12 എണ്ണത്തിൽ ഏത് ഉപയോഗിച്ചാലും നമ്മൾ അതെന്തായിട്ട് മാറും? ഫ്യൂച്ചർ ടെൻസ് ആയിട്ട്. ഇനി നമ്മളൊന്ന് ആലോചിക്കുക. 6 എണ്ണം ബിയിലുണ്ട്, 3 എണ്ണം ഡൂയിലുണ്ട്, 3 എണ്ണം ഹാവിലുണ്ട്. ശരി, അങ്ങനെ 6 3 9 3 12. അതിനകത്ത് നമ്മൾ ബീനെ ആദ്യമേ തന്നെ ഒരു പെട്ടിയിലിട്ട് മാറ്റി. എന്താ ബീന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ബീൻ ഒരിക്കലും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. ബീൻ എവിടെയെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം അതിന്റെ കൂടെ വേറൊരു ഓക്സിലറി ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ബീൻ ആരും ഡിസൈഡിങ് ഫാക്ടർ അല്ല, ഒരു ടെൻസിന്റെ ഡിസൈഡിങ് ഫാക്ടർ അല്ല ബീൻ. അതുകൊണ്ട് നമ്മൾ ബീനെ നമ്മൾ ആദ്യമേ ഒഴിവാക്കി. അപ്പൊ 2 കാര്യങ്ങൾ ഞാൻ മാറ്റി. ഇപ്പൊ ഇവിടെ മോഡൽസിനെ ഫ്യൂച്ചർ ടെൻസിന് വേണ്ടി മാറ്റി, ബീനെ നമ്മൾ എങ്ങും അല്ലാതെ മാറ്റി. ശരിയല്ലേ? ഇനി നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇത് എന്തുകൊണ്ടാ? ഇത് നമുക്ക് വേണ്ട. ഈ 12 എങ്ങും അല്ലാതെ മാറ്റിയതല്ല. ഈ 12 എണ്ണത്തിനെ എന്ത് പറഞ്ഞാൽ നമ്മൾ മാറ്റിയിരിക്കുന്നത്? ദിസ് ഈസ് ഓൾവേസ് യൂസ്ഡ് ഇൻ ദി ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ ടെൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ വേറെ പലയിടത്തും ഒക്കെ ഉപയോഗിക്കാം, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. നമ്മൾ ഇപ്പൊ മനസ്സിലായ ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക ഇറ്റ് ഈസ് ഓൾവേസ് ഷോയിങ് ഫ്യൂച്ചർ ടെൻസ്. ഇനി നമ്മൾ പറഞ്ഞ ബീൻ ഈസ് ഓൾസോ റിമൂവ്ഡ് ബിക്കോസ് ഇറ്റ് വിൽ നോട്ട് കം അലോങ് ഇൻ എ സെന്റൻസ്. ഒരു സെന്റൻസിനകത്ത് ഒരിക്കലും ഒറ്റയ്ക്ക് വരാൻ സാധ്യതയില്ല. വരികയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും വരുന്നത്? ഇറ്റ് വിൽ കം അലോങ് വിത്ത് അനദർ ഓക്സിലറി, അല്ലെ? മറ്റൊരു ഓക്സിലറി കൂടി ആയിരിക്കും വരുന്നത്. ഇനി നമ്മുടെ എത്ര ഉണ്ട്? 6 3 9 3 12 1 പോയാൽ 11 എണ്ണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? ഇത്രയാണ് എന്ന് വെച്ചാ ഈസ്, ആം, ആർ, ഡസ്, ഡു, ഹാസ്, ഹാവ്. ഈ 7 എണ്ണം ഇത് പ്രസന്റ് ടെൻസിൽ മാത്രമേ ഉപയോഗിക്കൂ. ഈ 7 എണ്ണം പ്രസന്റ് ടെൻസിൽ മാത്രമേ ഉപയോഗിക്കൂ. അതേപോലെ ഈ 4 എണ്ണം പാസ്റ്റ് ടെൻസിൽ മാത്രമേ ഉപയോഗിക്കൂ. അപ്പൊ ഇത് പ്രസന്റ് ടെൻസ്, ഇത് പാസ്റ്റ് ടെൻസ്. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഏതെങ്കിലും ഒരു സെന്റൻസിനകത്ത് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഓക്സിലറിയെ നോക്കിയാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഇത് ഏത് ടെൻസ് ആണ് എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റും. ശരിയല്ലേ? അപ്പൊ ഞാൻ ഇത് ഒന്നുകൂടെ പറയാൻ പോവാണ്. ഈസ്, ആം, ആർ, ഡസ്, ഡു, ഹാസ്, ഹാവ്. ഈ 7 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം സെന്റൻസിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രസന്റ് ടെൻസ്. ഏത് പ്രസന്റ് ആണെന്നൊന്നും ഞാൻ പറയില്ല. പ്രസന്റിനകത്ത് പിന്നെയും പിരിവുകളുണ്ട്. ഡെഫിനിറ്റ് ഉണ്ട്, ഇൻഡെഫിനിറ്റ് ഉണ്ട്, അല്ലെ സിമ്പിൾ ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്, പെർഫെക്റ്റ് ഉണ്ട്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതൊന്നും ഞാനിവിടെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഈ ഓക്സിലറീസ് ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസ് എന്തായിരിക്കും? അത് പ്രസന്റ് ടെൻസ് ആയിരിക്കണം. whichever it may be, it will be in the present tense. അത് ഏതാ? സിമ്പിൾ പ്രസന്റ് ആണോ, പ്രസന്റ് കണ്ടിന്യൂസ് ആണോ, പ്രസന്റ് പെർഫെക്റ്റ് ആണോ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണോ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. If any one of these 7 auxiliary is used in a sentence, you can say that it is in the present tense. അതൊരു പ്രസന്റ് ടെൻസിലാണെന്ന് പറയാം. Likewise, if these 4 ഏതൊക്കെയാണ്? these 4 എന്ന് പറഞ്ഞാൽ was, were, did, had. ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. യു ക്യാൻ ഈസിലി സേ ഇറ്റ് ഈസ് ഇൻ ദി
പാസ്റ്റ് ടെൻസ്, അത് പാസ്റ്റ് ടെൻസ് ആണെന്ന് കണ്ണു അടച്ച് നിങ്ങൾക്ക് പറയാം. ഏതെന്ന് പറയാൻ പറ്റത്തില്ല. പാസ്റ്റ് ടെൻസിൽ ഏതാണ് കണ്ടിന്യൂസ് ആണോ, പിന്നെ പെർഫെക്റ്റ് ആണോ, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് പറയാം സിമ്പിൾ പാസ്റ്റ്. കുറച്ച് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പറയാൻ പറ്റും. നമുക്ക് നോക്കാറില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പ്രസന്റ് ടെൻസ് ആണോ പാസ്റ്റ് ടെൻസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ, പ്രസന്റ് ടെൻസ് ആണെന്ന് കണ്ടുപിടിക്കാൻ 7, പാസ്റ്റ് ടെൻസ് ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 4. ശരിയല്ലേ? അപ്പൊ ഫ്യൂച്ചർ ടെൻസ് ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ 12. ഇത്രയാണ് നമ്മളുടെ ടെൻസ് കണ്ട് ഐഡന്റിഫൈ ദി ടെൻസ് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് ഈ സെന്റൻസിനകത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. അപ്പൊ അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. അപ്പോ നമുക്ക് 2 സെന്റൻസ് നോക്കാം. ഈ സെന്റൻസിനകത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. രാജു ഈസ് ഗോയിങ് ഹോം. ശരിയല്ലേ? ഇവിടെ നമ്മുടെ ഓക്സിലറി ഏതാ ഉള്ളത്? നമുക്കിവിടെ ഉള്ള ഓക്സിലറി ഏതാ? ഈസ് ആണ്. ശരിയല്ലേ? ഈസ് ആണ് നമുക്കിവിടെ ഉള്ള ഓക്സിലറി. സംശയമൊന്നുമില്ലല്ലോ. അപ്പോ ഈസ് എന്ന് പറയുന്നത് ഏത് ടെൻസിൽ ഉപയോഗിക്കുന്നതാണ്? പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞ 7 എണ്ണത്തിലൊന്നാണ്. ഏതൊക്കെയാ? ഈസ്, ആം, ആർ, പിന്നെ ഡസ്, ഡു, ഹാസ്, ഹാവ്. ഈ 7 എണ്ണം പ്രസന്റ് ടെൻസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈസ് ആണ്. അപ്പൊ ഓക്സിലറി കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി പ്രസന്റ് ആണ്. ബാക്കിയുള്ള ഒന്നും ഞാൻ പറയില്ല. കണ്ടിന്യൂസ് ആണോ, പ്രസന്റ് കണ്ടിന്യൂസ് ആണോ, പ്രസന്റ് പെർഫെക്റ്റ് ആണോ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണോ, സിമ്പിൾ പ്രസന്റ് ആണോ, ഒന്നും ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞ ഇതൊരു പ്രസന്റ് ടെൻസ് ആണ്. എന്തുകൊണ്ടാണ് പ്രസന്റ് ടെൻസ് ആയത്? ഇതിനകത്ത് എന്തുണ്ട്? എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഓക്സിലറി ഈസ് ആണ്. അടുത്ത സെന്റൻസ് നോക്കാം. റാണി ഹാസ് ടേക്കൺ ഹെർ ബുക്ക്. ഇവിടെ നമ്മൾ വീണ്ടും നോക്കിയ ഓക്സിലറി ഏതാ ഉപയോഗിക്കുന്നത്? ഹാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാസ് എന്ന് പറയുന്ന ഓക്സിലറി ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ശരിയല്ലേ? അങ്ങനെ ഹാസ് എന്ന് പറയുന്ന ഓക്സിലറി എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി ആയതുകൊണ്ട് ഈ സെന്റൻസ് ഏതാണ്? പ്രസന്റ്. അപ്പൊ ഈ 2 സെന്റൻസിനകത്ത് നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ഒരു ടെൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് മനസ്സിലായി. ഇനി ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വേറെയും വരുന്നുണ്ട്. ടെൻസിനകത്ത് ചില പ്രത്യേകതകളുണ്ട്. ഡു, ഡസ്, ഡിഡ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചുമ്മാ ഒരു സെന്റൻസിലേക്ക് നോക്കിയാൽ ചിലപ്പോൾ കാണത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ കാണത്തില്ലെങ്കിൽ പിന്നെ അത് എവിടെയുണ്ട്, അതെങ്ങനെയാണ് അതിനെ പുറത്തെടുക്കുന്നത്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പരിശോധിക്കാം. ഇപ്പൊ നമ്മള് ഈ ചേഞ്ച് ദി വോയിസ് എന്ന് പറയുന്നതിൽ ഒരു പാർട്ട് എടുത്തോളൂ. ഇതിന്റെ ലെങ്ത് ഒരുപാട് കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ വെച്ച് വീണ്ടും കാണാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ ബാക്കിയെടുക്കും. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.